ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന തീസിസ് റൈറ്റിംഗ് ആണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് തീസിസ് എഴുതേണ്ടതിന്റെ ആവശ്യം എന്താണ്. സോ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് തീസിസ്, അതിന്റെ തീസിസിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പാരാഫ്രീസിംഗ് എന്താണ്, പ്ലാഗറിസം എന്താണ്, റെഫറൻസ് ആൻഡ് ബിബ്ലിയോഗ്രഫി എന്താണ്, റിസർച്ച് പബ്ലിക്കേഷൻ, ഇമ്പാക്ട് ഫാക്ടർ അല്ലെങ്കിൽ പബ്ലിക്കേഷൻ എത്തിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ്. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് തീസിസിന്റെ മേജർ കമ്പോണൻസ് ആണ്. ദ ഫസ്റ്റ് വൺ ഇസ് ചാപ്റ്റർ 1, അവിടെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ചാപ്റ്റർ 2 റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ചാപ്റ്റർ 3 മെത്തഡോളജി, നിങ്ങൾ എങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ആൻഡ് ചാപ്റ്റർ 4 റിസൾട്ട് ആൻഡ് ഡിസ്കഷൻ. ചാപ്റ്റർ 5 സമ്മറി ആൻഡ് കൺക്ലൂഷൻ. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് റെഫറൻസ്. സോ ഇത്ര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഇത് മാത്രമായിട്ട് ഞാൻ ക്ലാസ് തരുന്നത്. കാരണം വെച്ചാൽ ഇത് മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഡിഗ്രിക്കാർക്ക് എങ്ങനെയാണെങ്കിലും 10 മാർക്കെങ്കിലും മിനിമം ഉണ്ടായിരിക്കും. സോ ടൈറ്റിൽ ആൻഡ് അബ്സ്ട്രാക്ഷൻ. ടൈറ്റിൽ എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് കണ്ടന്റ് ഓഫ് ടൈറ്റിൽ ഓഫ് തീസീസ് ആൻഡ് ഓതേഴ്സിന്റെ ഫുൾ ലീഗൽ നെയിം വേണം. ബാച്ചിലേഴ്സ് തീസീസ് ഓർ മാസ്റ്റർ തീസീസ് ഡിപ്പാർട്ട്മെന്റ്, പ്ലേസ്, ഡേറ്റ് ഓഫ് കംപ്ലീഷൻ. അത് നിങ്ങളെ പറ്റി ഉള്ളതും അല്ലെങ്കിൽ തീസീസ് എന്താണ് തീസിൽ ഉള്ളത് അല്ലെങ്കിൽ ടൈറ്റിൽ എന്താണ് എന്നുള്ള കാര്യമാണ്. ആൻഡ് ടൈറ്റിൽ ഓഫ് തീസീസ് എന്ന് പറയുമ്പോൾ എയിം ഹൈലൈറ്റ് ചെയ്യുക, ഡിസൈൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫ്യൂ വേർഡ്സിലായിരിക്കണം, ഷോർട്ട് ടേൺ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, 15 വാക്കുകളിൽ കൂടാനായിട്ട് ഒരിക്കലും പാടില്ല. അത് മാത്രമല്ല പെട്ടെന്ന് ആൾക്ക് വായിക്കാൻ പറ്റണം. ഓതേഴ്സിന്റെ ഫുൾ ലീഗൽ നെയിം തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് അബ്സ്ട്രാക്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു ബ്രീഫ് സമ്മറി ഓഫ് തീസിസ്, എന്താണ് ഈ തീസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉള്ളത്. ഒരു റീഡറിന് വായിക്കുമ്പോൾ ഈ തീസിസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഈ അബ്സ്ട്രാക്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റണം. ഡെഡിക്കേഷൻ, ഉറപ്പായിട്ടും ഈ റിസർച്ച് വർക്കിലൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെയും അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരെയൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുന്നത് നല്ലതാണ്. ആൻഡ് അക്നോളജ്മെന്റ്, നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് എന്തോ കാര്യങ്ങൾ സപ്പോർട്ട് കിട്ടി, ഈവൻ കമ്പ്യൂട്ടർ അസിസ്റ്റൻസ് കിട്ടിയ ആൾക്കാർക്ക് പോലും അക്നോളജ്മെന്റ് വെക്കാറുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ലിസ്റ്റ് ഓഫ് അബ്രിവേഷൻസ്, ലൈക് ടോപ്പിക്കിന്റെ സ്പെസിഫിക് അബ്രിവേഷൻസ്, അല്ലെങ്കിൽ എക്സാമ്പിൾ നമ്മൾ എന്താ ഫീൽഡ് ഓഫ് സ്റ്റഡീസ് ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, പെട്ടെന്ന് റീഡറിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ചില ബുക്കുകളിൽ കാണാൻ പറ്റും ഇങ്ങനെ എന്താണ് ഇന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന പേജിലൊക്കെ ഇന്ന ഭാഗങ്ങൾ ഉണ്ടാവും എന്ന് അറിയില്ലേ, അതേപോലെയാണ് ലിസ്റ്റ് ഓഫ് അബ്രിവേഷൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ടേബിൾ ഓഫ് കണ്ടന്റ്, അതായത് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്ലൈൻ ചെയ്ത് തീസിസിന് ടോപ്പിക്സുകളൊക്കെ ഔട്ട്ലൈൻ ചെയ്തിട്ട് കോളമൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വെക്കേണ്ട ആവശ്യമുണ്ട്. സോ ഇതൊക്കെ ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും പറയേണ്ടത്, കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇൻട്രൊഡക്ഷൻ, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ റിസർച്ച്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷനിൽ കൂടെ തന്നെയായിരിക്കണം. ഒരു റീഡറിനെ വായിക്കണ സംബന്ധിച്ച് എന്താണ് എന്താ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്, എന്തോ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, എന്തൊക്കെയാണ് പ്രോബ്ലം ആയിട്ടുള്ളത്, ആ പ്രോബ്ലം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കണം. ആൻഡ് യൂസ്ഡ് ടു, അതായത് ഓവറോൾ ഫീൽഡിൽ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്, സമ്മറൈസ് ചെയ്യണം, റിസർച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യണം, സ്റ്റഡി പേർപ്പസ് എന്തായിരുന്നു എഴുതണം. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് റീഷണൽ ആൻഡ് ജസ്റ്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് ആണ്. സോ നമ്മൾ ഇവിടെ എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ബ്രോഡ്ലി, നിങ്ങൾ ബ്രോഡ്ലി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നാരോ ചെയ്ത് അഡ്രസ് ഇഷ്യൂ ചെയ്ത് വേണം വരേണ്ടത്. ഈവൻ ദോ പ്രൊജക്ടിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്ററി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ഗ്യാപ്പുകൾ എന്തായിരുന്നു, അല്ലെങ്കിൽ പ്രോബ്ലത്തിന് ഇത്ര റിലവൻസി ഉണ്ടാവാനുള്ള റീസൺ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ റിസർച്ച് കൊണ്ട് ഉപയോഗം എന്താണ്. അതായത് ഇൻട്രൊഡക്ഷനകത്ത് എല്ലാം കൂടെ എന്ത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആക്കുക. ആൻഡ് എയിം ആൻഡ് ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് അറിയാലോ, എന്തിനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏത് സ്റ്റഡി സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഏത് ഭാഗത്താണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനറൽ ടേംസ് എന്താണ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് എങ്ങനെ ഏത് രീതിയിൽ ആണ് നിങ്ങൾ പഠിച്ചത് എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് എപ്പോഴും സ്മാർട്ട് എന്നായിരിക്കണം, സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റിലവന്റ്, ടൈം ബോണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മെഷറബിളും ആണ് അച്ചീവബിളും ആണ്. ഒരു കാര്യം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യാൻ പാടില്ല, അതെടുത്ത് റിസർച്ചിന് പഠിക്കാൻ പാടില്ല. നിർബന്ധമായും അത് അച്ചീവബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. സോ ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര എളുപ്പമാണ്. കാര്യം ഓൾറെഡി അവിടെയൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ പറയാവുന്ന റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. ഇത് നമ്മുടെ മെയിൻ പാർട്ടാണ്. അതായത് ഇൻഫോർമേഷൻസുകൾക്ക് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, അല്ലെങ്കിൽ പ്രീവിയസ് സ്റ്റഡി അല്ലെങ്കിൽ ഓൾഡ് സ്റ്റഡീസ് നിങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ എടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ കാര്യങ്ങൾ നോക്കിയിരുന്നു, നിങ്ങളുടെ നോളജ് എത്രത്തോളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇതിന്റെ നോളജ് കിട്ടിയത് എന്നൊക്കെ പറയുന്ന ഭാഗമാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ. ഒരിക്കൽ നമ്മുടെ റെഗുലർ എക്സാമിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ മാത്രം ചോദിച്ചിരുന്നു. ആ സമയത്ത് എല്ലാവരും പെട്ടുപോയിരുന്നു. അപ്പോൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കാം. സോ ഇവിടെയാണ് നമുക്ക് എവിഡൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. റിസർച്ചേഴ്സിന് എവിഡൻസ് കിട്ടുക അല്ലെങ്കിൽ ടോപ്പിക് സെലക്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആയിരിക്കും. സോ ഇവിടെ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. സെൻട്രൽ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഡിസൈഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഒരുപാട് റിസർച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് റിസർച്ചേഴ്സിനെ റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കുറെ ഡാർക്ക് സൈഡ് ഒക്കെ നമുക്ക് തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ്. സോ ഐഡന്റിഫിക്കേഷൻ ഏത് ലിറ്ററേച്ചറാണ് വേണ്ടത് എന്ന് പറയുന്നതും ഇമ്പോർട്ടൻസ് ആണ്. അത് മാത്രമല്ല റീഡിഫൈൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. എല്ലാ സമയത്തും റീഡിഫൈൻ ചെയ്യണം. നമ്മുടെ സ്പെസിഫിക് ഓഫ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റിനൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലിറ്ററേച്ചർ നമ്മൾ
ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ടോപ്പിക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലിറ്ററേച്ചേഴ്സ് റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് പറ്റുള്ള ലിറ്ററേച്ചേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ പഠിക്കുക അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ഓൾറെഡി ലിറ്ററേച്ചേഴ്സ് ഉണ്ട്, അപ്പോൾ സ്റ്റഡീസ് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലിറ്ററേച്ചേഴ്സുകൾ എടുത്ത് റിവ്യൂ ചെയ്യുക. അതായത് നിങ്ങൾക്കൊരു വീക്കർ സൈഡിനെ കൂടുതൽ സ്ട്രോങ് ആക്കുവാണ് ഈ ലിറ്ററേച്ചർ എപ്പോഴും ചെയ്യുക. നിങ്ങൾക്കുള്ള പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി സിമിലർ സ്റ്റഡീസുകൾ യൂസ് ചെയ്യുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്നുള്ളതാണ്. സോഴ്സ് പറയുകയാണെങ്കിൽ പ്രൈമറി സോഴ്സ്. സോ പ്രൈമറി സോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഒറിജിനൽ മെറ്റീരിയൽ ആണ്. നിങ്ങൾ എന്താണോ കണ്ട് അതുപോലെ എഴുതുവാണ്, അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല, ഇന്റർപ്രറ്റ് ചെയ്യുന്നില്ല, വേറെ റിസർച്ചോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അത് എന്താണ്, പിയർ റിവ്യൂ ജേർണൽസ് എന്ന് പറയും. ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾ ക്രിക്കറ്റ് കാണുന്നു, ആ ക്രിക്കറ്റ് കണ്ടത് നിങ്ങൾ എഴുതി വെക്കുന്നു എന്ന് പറയുന്നത് പോലെ. നെക്സ്റ്റ് സെക്കൻഡറി സോഴ്സ് ആണ്. ഇവിടെ പ്രൈമറി സോഴ്സിന് ഇവാലുവേറ്റ് സെക്കൻഡറി സോഴ്സ് ആണ്. നിങ്ങൾ എഴുതി വെച്ച കാര്യം നിങ്ങൾ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാറ്റ് GPT പോലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തിട്ട് അത് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ലൈക്ക് ബിബ്ലിയോഗ്രഫി, ബയോഗ്രഫി ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. ആൻഡ് ടെർഷ്യറി സോഴ്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ പ്രൈമറി സെക്കൻഡറിയും കൂടെ ഇൻഫോർമേഷൻസിനെ ഒരു ലിങ്കിലേക്ക് ആക്കുവാണ് ചെയ്യുക. ഇപ്പൊ എക്സാമ്പിൾ ഗൂഗിൾ ഈസ് എ ടെർഷ്യറി സോഴ്സ്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ പോയിന്റ് ഔട്ട്, നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യാണ് ചെയ്യുക. ലൈക്ക് എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്ക്, ഡിക്ഷണറി, ഗൈഡ് ബുക്ക് ഒക്കെ ഇതിനെല്ലാത്തിനും എല്ലാം ഡീകോഡ് ചെയ്ത് എറേഴ്സ് മാറ്റി എല്ലാം മാറ്റി ഒരു സോഴ്സ് ഓഫ് ഡേറ്റ ആക്കി വെക്കുവാണ് ചെയ്യുക. എക്സാമ്പിൾ ഇലക്ട്രോണിക് സോഴ്സ്, മാഗസിൻ, ബുക്ക് ഒക്കെ എക്സാമ്പിൾസ് ആണ്. ആൻഡ് ചാപ്റ്റർ 3 മെത്തേഡ്സ്. ഇവിടെയാണ് നിങ്ങൾ ഏത് രീതിയിൽ ചെയ്യണം, എങ്ങനെ ചെയ്യണം, വാട്ട് ആൻഡ് ഹൗ ഇറ്റ് വാസ് ഡൺ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഉത്തരം നമ്മൾ കൊടുക്കേണ്ടത്, ആരെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഏത് ഡേറ്റ്സ് നിങ്ങൾ എടുക്കേണ്ടത്, ഏത് ലബോറട്ടറി ടെക്നിക്ക് യൂസ് ചെയ്യണം, റീപ്രൊഡക്സിബിലിറ്റി, അതായത് മെത്തഡോളജി, ഏത് മെത്തേഡ് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതാണ് എന്ത് ഈ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ. ആൻഡ് നെക്സ്റ്റ് ഒന്ന് സ്റ്റെപ്സ് ആണ്. അവിടെ നമ്മൾ സബ്ജക്ട് മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടത്, മോഡ് ഓഫ് സബ്ജക്ട്, ഡിസ്ക്രിപ്ഷൻ, കേസ് കൺട്രോൾ, കൊഹോർട്ട് ആണ്, നിങ്ങൾ ഏത് ടൈപ്പാണ് യൂസ് ചെയ്യുന്നത് അത് എഴുതണം, റാൻഡമൈസേഷൻ പ്രൊസീജിയർ, ബ്ലൈൻഡിങ് പ്രൊസീജിയർ, മെഷർ ഓഫ് ഡേറ്റ, മെത്തഡ് ഓഫ് കളക്ഷൻ, ആക്യുറസി ഓഫ് മെത്തേഡ്, റെസ്പോൺസ് റേറ്റ്, പ്ലാൻ ഓഫ് ഡേറ്റ അനാലിസിസ്, ഇങ്ങനെയുള്ള എല്ലാ സ്റ്റെപ്സും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓർഡറിൽ പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പഠിച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് വെക്കുക. ആൻഡ് റിസൾട്ട് ആണ്. റിസൾട്ട് അറിയാലോ, ലാസ്റ്റ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ്. ഡയറക്ട്ലി നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഉണ്ടായിരിക്കണം, വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കണം, ഡിസ്ക്രിപ്ഷൻ എല്ലാം പ്രോപ്പർ പക്കയായിരിക്കണം, ടേബിൾ, ചാർട്ട്, അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതെല്ലാം യൂസ് ചെയ്യുക. ആൻഡ് ഈവൻ എന്താണ്, ഇപ്പൊ ബേസിക്കലി ഫോട്ടോഗ്രാഫ് ഷുഡ് ഹാവ് ഫിഗർ നമ്പർ ഇട്ടിനെ, അറബിക് നമ്പർ ആൻഡ് ഷോർട്ട് ക്യാപ്ഷൻ. സോ നിങ്ങൾ ഓൾറെഡി ഉപയോഗിച്ചിട്ടുള്ള പിക്ചേഴ്സിനൊക്കെ നിങ്ങൾ നമ്പേഴ്സ് കൊടുക്കില്ലേ, അതൊക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ അറബിക് ന്യൂമറൽസ് വെച്ചൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ചാപ്റ്റർ 5 ഡിസ്കഷൻ ആണ്. ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ റിസൾട്ടുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമാണ്. ആൻഡ് അത് മാത്രമല്ല എന്താണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് റിസൾട്ട്സ്, അതായത് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇപ്പൊ നിങ്ങൾ ഈ ഭാഗങ്ങളിൽ നിങ്ങളെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു ഫോർമുലേറ്റ് ചെയ്തത്, ആ ക്വസ്റ്റ്യന്റെ ഉത്തരം എങ്ങനെയാണ് നിങ്ങൾ കൊടുത്തത്, അല്ലെങ്കിൽ ഹൈപ്പോത്തസിൽ എങ്ങനെയാണ് നിങ്ങളത് വികസിപ്പിച്ചെടുത്തത്, ഫുൾഫിൽ ചെയ്തോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കഷനിൽ കൊടുക്കണം. അതായത് ഇവിടെ നിങ്ങളെടുത്ത ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ ഇല്ലയോ, അതാണ് ഇവിടെ ഡിസ്കഷനിൽ വരുന്നത്. ലാസ്റ്റ് വൺ ഇസ് റെഫറൻസ്. റെഫറൻസ് നിങ്ങൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എഴുതാം. ബാങ്കോവേഴ്സ് റെഫറൻസ് സ്റ്റൈൽ ഉണ്ട്, അത് ആ രീതി എഴുതാം, അല്ലെങ്കിൽ ഹാർഡ്വേർഡ് സ്റ്റൈൽ, അങ്ങനെ ഒരുപാട് നമുക്ക് എന്താണ് റെഫറൻസിന് സ്റ്റൈൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് റെഫറൻസ് സ്റ്റൈലാണോ യൂസ് ചെയ്യാൻ പറ്റുക ആ റെഫറൻസ് സ്റ്റൈൽ യൂസ് ചെയ്യുക. അത് നമുക്ക് വ്യക്തമായിട്ടുണ്ടാവും, ആ സ്റ്റൈൽ നിർബന്ധമായും ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയുമാണ് തീസിസ് റൈറ്റിംഗ്. ഒരു 10 മാർക്ക് എന്തായാലും ഡിഗ്രിക്കാർക്ക് പ്രതീക്ഷിക്കാം, ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.